ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്തരായ സഹോദര മെത്രാപ്പോലിത്തന്മാരെ, ബഹുമാനപ്പെട്ട TJ ജോഷുവ അച്ഛൻ, വൈദിക സെമിനാരി പ്രിൻസിപ്പലായിരിക്കുന്ന ഡോക്ടർ ജേക്കബ് ഗുരുനച്ചൻ, ബഹുമാന്യരായ റമ്പാച്ചന്മാരെ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, ഷമ്മാശന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, മലങ്കര സഭയുടെ ശില്പികളിൽ വളരെയധികം പ്രാധാന്യം വഹിച്ച രണ്ട് പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ സംയുക്തമായി നാം ഇന്നലെയും ഇന്നുമായി ഇവിടെ ആഘോഷിക്കുകയാണ്. രണ്ട് പിതാക്കന്മാരും രണ്ട് കാലഘട്ടത്തിലെ വളരെ അധികം ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ളവരും മലങ്കര സഭയുടെ ശില്പികൾ എന്ന് വിളിക്കപ്പെടാവുന്ന വിധത്തിൽ അധ്വാനിച്ചിട്ടുള്ളവരുമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും എവിടെയോ ഒരിടത്ത് വായിച്ചത് ഓർക്കുന്നു. റെഡ് മാർട്ടിയേഴ്സ് തന്നെ 3 തരമുണ്ടെന്ന് വായിച്ചത് എവിടെയോ ഓർക്കുന്നുണ്ട്. റെഡ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്നു, വൈറ്റ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്നു, ഗ്രീൻ മാർട്ടിയേഴ്സ് എന്ന് പറയുന്നു. അതിലെ ഈ പിതാക്കന്മാരെയൊക്കെ നമുക്ക് ഗ്രീൻ മാർട്ടിയേഴ്സ് എന്ന് പറയുന്ന ഗണത്തിൽ പെടാവുന്നതാണ് എന്ന് നിരീക്ഷിക്കുന്നതിൽ പെശകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വൈദിക സെമിനാരിയാണ്. വലുതൊക്കെ വിളിച്ചു പറഞ്ഞ് പിന്നെ അത് അതിനേക്കാൾ വല്ലാത്ത കുഴപ്പമുണ്ടാകണ്ട. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പെശകുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വ്യക്തിപരമായി ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഈ രണ്ട് പിതാക്കന്മാരെയും വൈറ്റ് മാർട്ടിയേഴ്സ് എന്ന ഗണത്തിൽ ചേർക്കുന്നതിനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ സെമിനാരിയുടെ സ്ഥാപകൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മാർ ദിവന്നാസിയോസ് പിതാവ്, അദ്ദേഹം ഒരു വൈദികനായിരുന്നപ്പോഴും മലങ്കര സഭയുടെ വേണ്ടി ജീവത്യാഗം ചെയ്യുവാൻ തക്കവണ്ണം സന്നദ്ധനായിരുന്നു. പൂർണ്ണ സമയവും ജീവിതത്തിൻ്റെ ലക്ഷ്യവും ജീവിതം മുഴുവനും സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു പിതാവെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ വിചാരം. കാരണം അദ്ദേഹം കുന്നംകുളത്ത് വൈദികനായിരിക്കുമ്പോഴാണ് മൈസൂരിൽ നിന്ന് വരുന്ന ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ആ പടയോട്ടക്കാരൻ ചില ദേവാലയങ്ങളെ തീവെച്ച് നശിപ്പിക്കുന്ന സന്ദർഭം വന്നപ്പോഴാണ് പുലിക്കോട്ടിൽ ഈ ജോസഫ് അച്ഛൻ്റെ നെഞ്ചു വിരിച്ച് അതിനെ പ്രതിരോധിക്കുന്ന ഒരു നിലപാടെടുക്കുന്നത്. വിശ്വാസികളെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ജീവത്യാഗം ചെയ്യാൻ വരെ അദ്ദേഹം സന്നദ്ധമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു സ്വന്തം ജീവൻ രക്ഷിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി ദേവാലയം നശിപ്പിക്കപ്പെടാതിരിക്കണം, ജനങ്ങൾ കൊല്ലപ്പെടാതിരിക്കണം, സഭയ്ക്ക് ആപത്തുകൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യബോധം. അവിടെ സ്വന്തം ജീവൻ എന്നുള്ളത് വിഷയമേ അല്ല. ഇപ്പോഴത്തെ ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം എന്ന് പറയുന്നത് പിന്നീട് പുതുക്കി പണിതാണ്. ടിപ്പു സുൽത്താൻ തീ വെക്കുന്ന കാലഘട്ടത്തിൽ അത് ഓലമേഞ്ഞ ഒരു കെട്ടിടമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴ് ഒരു വൈദികനായിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ശുഷ്കാന്തി എന്ന് പറയുന്നത് മലങ്കര സഭയുടെ അഭിമാനവും മലങ്കര സഭയുടെ കെട്ടുപണിക്കാരനും വിശ്വാസത്തിന്റെ സംരക്ഷകനുമാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. അത് വായിച്ച് ലേഖനത്തിലൂടെയുള്ള ഒരു പ്രസ്താവനയല്ല, അത് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. അനേക സാക്ഷ്യങ്ങൾ അതിനുണ്ട്, ചരിത്ര സ്മാരകമായിട്ട് തന്നെ. ഇപ്രകാരമുള്ള ഒരു സെമിനാരി ഇവിടെ സ്ഥാപിക്കുവാൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ സെമിനാരി എന്ന് പറയുന്നത് മലങ്കര സഭയുടെ തറവാടാണ്. ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു വിചാരങ്ങൾ എന്ന് പറയുന്നത് മലങ്കര സഭയുടെ രാജധാനിയിലേക്ക് ഞാൻ കടന്നു വരുന്നു എന്നുള്ളൊരു വികാരം എപ്പോഴും നമുക്ക് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിചാരം. കാരണം അത്രയും കുലീനത്വവും ആഭിജാത്യവും പഴക്കവും ആ എല്ലാ മഹത്വവും നിറഞ്ഞ
ഒരു കെട്ടിട സമുച്ചയവും ആരാധനയുടെ ശബ്ദ തരംഗങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു ആധ്യാത്മിക തേജസ് തുളുമ്പുന്ന ഒരിടം, ഇത്രയും ഒരു കുളിർമ, ആധ്യാത്മികമായ കുളിർമ തരുന്ന മറ്റൊരിടം മലങ്കര സഭയിൽ ഇല്ലെന്നാണ് എൻ്റെ അവകാശവാദം. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹത്തിൽ നാം കാണുന്നത് മലങ്കര സഭയെ നാളെ എങ്ങനെ വളർത്തി വലുതാക്കണം എന്നുള്ള വികാരമാണ്. അതിനുവേണ്ടി അധ്വാനിക്കാൻ അദ്ദേഹം സന്നദ്ധനാണ്. ജീവത്യാഗം ചെയ്യാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. അദ്ദേഹം മേൽപ്പട്ടക്കാരനായിട്ട് ജീവിച്ചത് 1 വർഷവും 8 മാസവും 3 ദിവസവുമാണ്. മേൽപ്പട്ടക്കാരനാകുക എന്നുള്ളതൊന്നും അദ്ദേഹത്തിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നേരത്തെ വേണമെങ്കിൽ ആ സ്ഥാനത്ത് എത്തിച്ചേരാമായിരുന്നു എന്ന് ചിലപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഈ സെമിനാരിയുടെ നടത്തിപ്പിന് ആവശ്യമായ ഗവൺമെന്റിൽ നിക്ഷേപിച്ച ധനത്തിന്റെ പലിശ വാങ്ങുവാൻ ഒരു നാട്ടുമെത്രാന് മാത്രമേ അധികാരമുള്ളൂ എന്ന ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ആ പൈസ നഷ്ടപ്പെടാതിരിക്കണം, ആ പണം ഈ സെമിനാരിയുടെ വളർച്ചയ്ക്ക് വേണം എന്ന ഒരു ആവശ്യം വന്നപ്പോഴാണ് അദ്ദേഹം ഈ മേൽപ്പെട്ട സ്ഥാനം എന്നൊരു ആശയം തന്നെ ഉണ്ടാകുന്നത്. അത് അങ്ങനെ ചെയ്യുന്നതാണ് ഈ സെമിനാരിയുടെ നടത്തിപ്പിന് പ്രയോജനം എന്ന് കണ്ടപ്പോഴാണ് അവസാന കാലഘട്ടത്തിലെ അദ്ദേഹം ഈ മേൽപ്പെട്ട സ്ഥാനം ഏൽക്കാൻ തയ്യാറാകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാലം ചെയ്ത അച്ഛൻ എന്നാണ്. കാരണവന്മാരൊക്കെ ഇപ്പോഴും ആ പേര് പറയുമ്പോഴേ അവർക്ക് മനസ്സിലാകുള്ളൂ. കാലം ചെയ്ത അച്ഛൻ, അച്ഛന്മാർ കാലം ചെയ്യുന്നു എന്ന് നമ്മുടെ ഇടയിൽ പറയാറില്ല. ഞാൻ പറഞ്ഞത് ഈ ചുരുങ്ങിയ വേളയിൽ അതിനു മുൻപ് അദ്ദേഹം പ്രയത്നിച്ചത്, പ്രവർത്തിച്ചത് ഈ മലങ്കര സഭയുടെ ഒരു ശില്പി എന്ന് പറയാവുന്ന വിധത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് തച്ച് ശാസ്ത്രം അറിയാമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ പഴയ സെമിനാരിയുടെ 4 കെട്ടും ഈ കെട്ടിട സമുച്ചയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വാസ്തുശില്പ ചിന്തയിലൂടെ രൂപം കൊണ്ടിട്ടുള്ളതാണ്. ഞാൻ പറയാൻ കാരണം ഇതിന്റെ ഒരു ട്രിപ്ലിക്കായാണ് തൊഴിയൂർ സഭയുടെ ആസ്ഥാന കേന്ദ്രം. തൊഴിയൂർ സഭ ഉണ്ടാകുന്നതിലും ഈ തിരുമേനി ഏറെ പ്രയത്നിച്ചിട്ടുണ്ടെന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അറിയാനൊക്കും. അവിടുത്തെ ആസ്ഥാന കേന്ദ്രവും ഈ 4 കെട്ട് തന്നെയാണ്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 4 കെട്ടിന്റെ കിഴക്ക് വശത്താണ് ഇവിടെ ചാപ്പലെങ്കിൽ 4 കെട്ടിന്റെ തെക്ക് വശത്താണ് അവിടുത്തെ ചാപ്പൽ. അത്രേ വ്യത്യാസമുള്ളൂ. ഞാൻ പറഞ്ഞത് സ്വന്തം ജീവൻ മുഴുവനും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും തട്ടുകളിലും മലങ്കര സഭ, മലങ്കര സഭ, മലങ്കര സഭ, ഈ ഒരു വികാരം അദ്ദേഹത്തിൽ അതിശക്തമായിട്ട് നിലനിന്നിരുന്നു. അതിനുവേണ്ടി ഏറെ ത്യാഗങ്ങൾ അനുഭവിച്ചു, ഞെരുക്കങ്ങൾ അനുഭവിച്ചു, മിഷണറിമാരെ സ്വാധീനിച്ചു. അതേ സമയം തന്നെ മിഷണറിമാരെ എതിർക്കുകയും ചെയ്തു. ഇത് രണ്ടും ഒരുപോലെ ചെയ്യുമായിരുന്നു. കാരണം മിഷണറിമാരെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ്. അധികം സ്നേഹിച്ചാൽ അവർ നമ്മുടെ വിശ്വാസത്തെ തകർക്കും, അല്പം ആദരിക്കാതിരുന്നാൽ പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു നൂൽപാലത്തിലൂടെയാണ് പുലിക്കോട്ടിലെ 1-ാം തിരുമേനി സഞ്ചരിച്ചത് എന്ന് പറയുന്നതല്ലേ ശരി? തിരുമേനി സ്വാധീനിച്ചത് കൊണ്ടല്ലേ, ഗവൺമെന്റിന്റെയും മിഷണറിമാരുടെയും സ്വാധീനം കൊണ്ടല്ലേ ഇത്ര വിസ്തൃതിയുള്ള ഒരു പുരയിടം പതിച്ച് കിട്ടുന്നത്? അതേസമയം തന്നെ അവരെ ഇവിടെ കൂടുതൽ നമ്മുടെ സഭയെ അട്ടിമറിക്കാതിരിക്കാൻ, സഭയുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണമുള്ള പ്രതിരോധവും ഒരുപോലെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ദീർഘവീക്ഷണം എന്ന് പറയുന്നത്, തച്ചുശാസ്ത്രം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, വൈദ്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, തുന്നൽ പണി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതൊക്കെ പഴയ പിതാക്കന്മാരൊക്കെ ഒരു ജീവിതത്തിന്റെ സ്വയം പര്യാപ്തത സ്വയം നിർവഹിക്കുന്നതിൽ അവരെ വളരെ സമർത്ഥരായിരുന്നു. ഇന്നൊരു സൂചിയും നൂലും കൊടുത്താല്, ഇപ്പൊ എൻ്റെ ഒരു കാപ്പയുടെ ഒരു ബട്ടൺസ് പോയിട്ട് അത് തുന്നാൻ ഞാൻ എമ്മാച്ചോണ്ട് പറഞ്ഞു അവിടെ തയ്യൽക്കാരനെ പിടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞിരിക്കുന്ന കാലമാണ്. കാരണം സ്വയം പര്യാപ്തതയിലൂടെ, അധ്വാനത്തിലൂടെ ജീവിതം മുഴുവനും സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെക്കുന്ന ഒരു നിലപാട്. ഇത് പഴയ പിതാക്കന്മാരുടെ ഒക്കെ പൊതു
ജീവിതശൈലി തന്നെയാണ്. അതേസമയം ദൈവത്തിൽ ആശ്രയിക്കുകയും ഇതുപോലുള്ള അപകടകരമായ വഴികളിലൂടെ സഞ്ചരിച്ച് മലങ്കര സഭയ്ക്ക് എല്ലാ തലത്തിലുള്ള നേതൃത്വവും സുരക്ഷിതത്വവും അതുപോലെ തന്നെയുള്ള അതിൻ്റെ ഭാവിക്ക് കോട്ടം വരാത്ത സംവിധാനങ്ങളും ഒക്കെ കെട്ടിപ്പടുത്തിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ ഇപ്പോഴും നമ്മുടെ മനസ്സിലെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു പിതാവാണ് ഡോക്ടർ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ഇന്നലെ ബഹുമാനപ്പെട്ട പനക്കാമറ്റം അച്ഛൻ്റെ പ്രസംഗം കേട്ടവർക്ക് തിരുമേനി ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് തോന്നാനിടയുണ്ടായി എന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വ പദവിയിലെ ഒരു ചെറിയ ആ ഗണത്തിൽപ്പെടാൻ എനിക്കും ഇടയായിട്ടുണ്ട്. അതൊക്കെ ഒരു അഭിമാനമായിട്ട് തന്നെയാണ് ആ ശിഷ്യഗണങ്ങളൊക്കെ ഗ്രഹിച്ചിട്ടുള്ളതും ഗ്രഹിക്കുന്നതും. അദ്ദേഹത്തിന്റെ വിചാരങ്ങളും പ്രവർത്തന ശൈലികളും അതിരുകളില്ലാത്തതാണ്. നമുക്കൊന്നും അദ്ദേഹത്തിന്റെ ചിന്താശക്തിയെ, ചിന്തയുടെ ചക്രവാളത്തിന്റെ അതിരെ അന്വേഷിക്കാൻ പോകുന്നത് അപകടമാണ്. അവിടെയൊന്നും നമുക്ക് ഒരു പിടിയും കിട്ടുകയില്ല. അതുപോലെയുള്ള ഒരു പിതാവ്, അദ്ദേഹത്തിൽ കണ്ട ഒരു പ്രത്യേകത ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നില്ല. തൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരു തലമുറ ഈ വൈദിക സെമിനാരിയെയും സഭയെയും നയിക്കത്തക്കവണ്ണം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച് കുറെ ശിഷ്യഗണത്തിൽപ്പെട്ടവരെ അദ്ദേഹം വളർത്തുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു നിര തന്നെ പിന്നീട് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് ഈ വൈദിക സെമിനാരി വളരെ പ്രസിദ്ധമായൊരു നല്ല ഫാക്കൽറ്റി എന്ന് മറ്റുള്ളവർ സാക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ചില ശൈലിയും അദ്ദേഹത്തിന്റെ ചില സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണെന്നാണ് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പലരെയും ആ വിധത്തില് ഒരു കാര്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ, അല്പം വകതിരിവുണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വകതിരിവില്ലാത്തവരെ അദ്ദേഹം അധികമൊന്നും ഉയർത്തുകയോ അല്ലെങ്കിൽ ആ വഴിക്കൊന്നും വിട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായിരുന്നാലും താൻ ഒരു പിൻതലമുറയെ കെട്ടിപ്പടുത്ത പിതാക്കന്മാരൊരാളാണ്. ഈ മലങ്കര സഭയെ ആകാശത്തോളം വാനത്തോളം പ്രസിദ്ധമാക്കി ലോകം മുഴുവനും ഈ സഭയുടെ സഭയെക്കുറിച്ചുള്ള ചിന്തകളും ഈ സഭയുടെ അസ്തിത്വവും വ്യാപിപ്പിച്ച ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മലങ്കര സഭ എന്നുള്ള ഇതിനേക്കാൾ ഉപരിയായി ഒരു വിശ്വ മാനവികത അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അതിനെ രാഷ്ട്രീയ മതപരമായ ഒരു വേർതിരിവുമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് മഹാപണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്ന നിരീശ്വരന്മാര് പോലും അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ആശയങ്ങൾ ചോദിച്ച് ഉപദേശങ്ങൾ ചോദിക്കുമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ വ്യത്യസ്ത മതങ്ങളിലുള്ള മഹാപണ്ഡിതന്മാരുമായുള്ള തിരുമേനിയുടെ സൗഹൃദവും അത് അവരെ അറിയാനും അവരെ അറിയിക്കാനുമുള്ള ഒത്തിരി ചിന്തകളും ഒത്തിരി ആശയങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. നമുക്കിപ്പോഴും അദ്ദേഹത്തെ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്. പിൻതലമുറ കാലം കഴിയുമ്പോഴെങ്കിലും ഗ്രഹിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ചിന്തിച്ച ചില ചിന്തകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിന് കടിച്ചാൽ പൊട്ടാത്ത വിധത്തിൽ കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ. അതൊക്കെ ഇനിയും വികസിച്ചു വരേണ്ടതാണ്. അങ്ങനെയുള്ള രണ്ട് പിതാക്കന്മാരെ ദൈവം കാലാകാലഘട്ടത്തിലെ എഴുന്നേൽപ്പിക്കുന്ന വരദാനങ്ങളാണ് ഈ പിതാക്കന്മാരൊക്കെ. പ്രത്യേകിച്ച് ഈ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ, അതായത് ഒന്നാമൻ തിരുമേനിയും കുടുംബത്തിലെ ഒന്നാമൻ തിരുമേനിയും ദിവന്നാസിയോസ് പരമ്പരകളിൽ രണ്ടാമൻ എന്ന് വിളിക്കപ്പെടുന്ന സെമിനാരി സ്ഥാപകനായ പിതാവും, അതുപോലെ തന്നെ ഈ ഡോക്ടർ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും, ഇവരൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് മാതൃകകൾ, സംഭാവനകൾ അമൂല്യങ്ങളാണ്. അത് നാം പരമാവധി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി യാതൊരു വിധത്തിലും അതിൽ നിന്ന് പുറകോട്ട് പോകാത്ത ഒരു ജീവിതശൈലി നമുക്കും ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
ആ വന്യ പിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്ക് മധ്യസ്ഥതയും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.